ഹലോ നമസ്കാരം, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ, അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇടിച്ചക്ക തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതുവരെ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാത്തവർക്കും കഴിക്കാത്തവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അധികം വലുപ്പമില്ലാത്ത ചെറിയ ചക്കകളാണ് ഇടിച്ചക്ക ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ചക്ക ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ അരക്കൊക്കെ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് തൂത്ത് കളയുന്നുണ്ട്. ചക്ക മുറിക്കുന്ന കത്തിയിലും നമ്മുടെ കയ്യിലൊക്കെ അല്പം എണ്ണ തേക്കുകയാണെങ്കിൽ കത്തിയിൽ കയ്യിലൊന്നും ഒട്ടും അരക്കുണ്ടാവുകയില്ല. അതിനുശേഷം ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ മുളഞ്ഞുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ പുറത്തെ കരിന്തലി ഉണ്ടല്ലോ, അതും കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കരിന്തൊലി കളയാനും എളുപ്പമുണ്ട്. പിന്നെ കത്തിയിലോ കയ്യിലോ ഒന്നും ആവത്തുമില്ല. തന്നെയുമല്ല, നമ്മളിത് വേവിക്കുന്നത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കത്തി കണ്ടോ, കത്തി ഒന്നും ഒട്ടും വൃത്തികേടായിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നികക്കെ വെള്ളം ഒഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ എണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക. തിള വന്നതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്റ്റൗ ഓഫാക്കി അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇതുപോലെ കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക 2 തവണ. പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതൽ സമയം അടിച്ചു കഴിഞ്ഞാൽ മൊത്തം കുഴഞ്ഞു പോകുവേ. ഇപ്പോൾ ഇത് നല്ല കണക്കിന് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. 3-4 തവണയായിട്ട് ഞാനിത് മൊത്തം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ, 1 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 2 ചുവന്ന ഉള്ളി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 തണ്ട് കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അരപ്പിനെ നമ്മുടെ ഇടിച്ചക്കയിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം അല്പം കടുക്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ചക്ക മിശ്രിതം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം മതിയാവും ഇത് വെന്ത് വരാനായിട്ട്. കാരണം നമ്മൾ നേരത്തെ ഇതൊന്ന് തിളപ്പിച്ചെടുത്തതാണല്ലോ. ഇടയ്ക്ക് 1-2 പ്രാവശ്യം മൂടി തുറന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ചക്ക ഇവിടെ കണക്ക് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല പാകത്തിന് കാബേജ് തോരനൊക്കെ പോലെ നല്ല വിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോരൻ കറികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടിച്ചക്ക തോരനേ പറയുള്ളൂ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ചക്ക പുഴുക്ക് കഴിക്കുന്നതിനേക്കാളൊക്കെ ടേസ്റ്റാണ് ഇങ്ങനെ ഇടിച്ചക്ക കഴിച്ചു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറുണ്ടാനായിട്ട്. ചിലവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇടിച്ചക്ക കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് നെഞ്ചരിച്ചിലാണ് അല്ലെങ്കിൽ ഗ്യാസ് പ്രോബ്ലം പോലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നേ. ഞാൻ ഇതിൻ്റെ അകത്ത് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ ഗ്യാസിൻ്റെ യാതൊരു പ്രശ്നവും ഉണ്ടാകാറില്ല. അപ്പോൾ ഇനി ഇടിച്ചക്ക ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്